നമ്മളിപ്പോൾ ഡ്രൈവർമാരൊക്കെ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഹനം എടുത്തിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ നമ്മൾ കയ്യിൽ സ്റ്റിയറിങ്ങും ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ തന്നെയാണ് വലിയ വ്യാപാരി എന്ന് പറഞ്ഞിട്ടൊക്കെ ചിലർ വാഹനം ഓടിക്കുന്നുണ്ട്. എല്ലാ ഡ്രൈവർമാരും അല്ല പറയുന്നത്, നല്ല നീറ്റായിട്ട് വൃത്തിയിൽ വാഹനം ഓടിച്ചു പോകുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട്. പക്ഷെ ചിലവരെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചിലവർക്ക് ഒരു സ്റ്റിയറിങ്ങും ആക്സിലേറ്ററോ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് വലിയ ആൾ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളിപ്പോൾ പെരുമ്പാവൂർ ഈ ആലുവ ഭാഗത്തു നിന്നൊക്കെ ഒരു ബസ്സിനകത്തു നിന്ന് തന്നെ വേറെ ബസ്സിൻ്റെ ഒരു വീഡിയോ എടുത്തൊരു ദൃശ്യങ്ങളുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല വൈറലായിരുന്നു. അത് ഒരുപാട് ആൾക്കാരുകളൊക്കെ കണ്ടതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് എങ്ങനെയാണ് അത് വാഹനം ഓടിക്കുന്നത്. ഒരു ബസ് ഡ്രൈവറാണ്. അതായത് ഇപ്പോൾ ഒരു ബസ്സിൽ നിന്ന് മറ്റേ ബസ് ഓവർടേക്ക് ചെയ്ത് പോകേണ്ടിയും അതിൻ്റെ സ്പീഡിലേക്ക് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബസ് ചേട്ടന്മാരോട് പറയാനുള്ളത്, നിങ്ങളെ കയ്യിൽ ഈ എന്താണ് മറ്റേ ഈ സ്റ്റിയറിങ്ങും അതേപോലെ ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാഹനം കിട്ടുമ്പോൾ ബസ് എന്നല്ല പറയണത്, പൊതുവെ എല്ലാ വാഹനത്തിൻ്റെയും കാര്യം പറയണം. ഓടിക്കണത് ഇങ്ങനെ ഒരു ശ്രദ്ധ ഇല്ലാതെ ഓടിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ റോട്ടിൽ കൂടി പോകണ അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനം, ഇപ്പോൾ ഒരു അപകടം കാര്യങ്ങളൊന്നും നടന്നില്ല, പക്ഷേ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഓപ്പോസിറ്റ് വരുന്നത് അല്ലെങ്കിൽ കാൽനട യാത്രക്കാരുണ്ടാവും, അതല്ലെങ്കിൽ ആ ബസ് വേറൊരു വണ്ടിമ പോയി ഇടിച്ച് ആ ബസ് മറിഞ്ഞിട്ട് അതിൽ ആ ബസ്സിലെ യാത്രക്കാർക്ക് കുടുംബക്കാരും കാര്യങ്ങളും കുട്ടികളും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റിയറിങ്ങും കാര്യങ്ങളും ആക്സിലേറ്ററൊക്കെ കിട്ടി ഓടിക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു വിശ്വാസത്തിൽ പുറത്ത് എൻ്റെ വണ്ടിയിൽ കയറി യാത്രക്കാരുണ്ട്. ആ യാത്രക്കാരെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ നിങ്ങൾക്കും വേണം. ഈ ഓടിക്കണ എല്ലാ ഡ്രൈവർമാരും എല്ലാം കുറ്റം പറഞ്ഞു, ചില ഡ്രൈവർമാരെ ഒരു അശ്രദ്ധയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെയും അശ്രദ്ധയിലൂടി വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളിലും കുടുംബങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവരൊരു വേറെ വഴിക്ക് പോവുകയായിരിക്കും, അവർക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ അവർക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളെ മനസ്സിൽ കയറ്റിയിട്ട് വേണം നിങ്ങൾക്കൊന്ന് രാവിലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളെ ജോലിയാണ്, നിങ്ങളെ ജോലിയുടെ അടിയിൽ നിങ്ങൾ പായുന്നതായിരിക്കും. നിങ്ങളെ ടൈമും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കാര്യം പായുണ്ടാവും. പക്ഷെ പായിൻ്റെ അടിയിൽ നമ്മളെ ആൾക്കാരെ ജനങ്ങളെ ജീവനെടുത്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണേ, ഇങ്ങനെ പായരുത്. അവരെ ജീവനും കൂടി നിങ്ങൾ സംരക്ഷണം കൊടുത്തുകൊണ്ട് വേണം നിങ്ങളൊക്കെ ഈ റോട്ടിൽ കൂടി വാഹനം എടുത്തിട്ട് യാത്ര ചെയ്യാൻ, ഡ്രൈവ് ചെയ്യാൻ. അത്രേ എനിക്ക് പറയാനേ ഉള്ളൂ.